നിന്നെ ആരും ക്ഷമിച്ചൂടെ? നീ നിന്റെ പാട്ടിൽ പോ. രാജേന്ദ്ര, ഈ തെങ്ങ് വെട്ടിക്കരുന്ന് ഞാൻ പറഞ്ഞു. അതാ കാര്യം. എന്തിനാ അയലത്തോട് വഴക്കുണ്ടാക്കുന്നത്? അയലത്തുകാരോ? ഇവിടെപ്പോൾ അഹങ്കാരം പിടിച്ചൊരു സ്ത്രീ ഈ നാട്ടിലില്ല. ഞാൻ എന്ത് അഹങ്കാരമാണ് ഏട്ടാ കാണിച്ചത്? അച്ഛ, സത്യത്തിൽ ഈ തെങ്ങ് ദേവകിയമ്മയുടെ പുരിടത്തിലല്ലേ നിൽക്കുന്നത്? ഓഹോ, നീ ഇവൾക്കൊണ്ട് വാദിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ന്യായം പറഞ്ഞു, അത്രേ ഉള്ളൂ. അച്ഛൻ വീട്ടിലോട്ട് പോയേട്ടെ. ഞാൻ പോകുന്നതാ, നീ ഒന്ന് വീട്ടിൽ വന്നേരെ. ദേവകിയമ്മ ക്ഷമിക്കണം. കുഞ്ഞെ, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ എങ്ങനെ കഴിഞ്ഞിരുന്നതാ? മേനോൻ ചേട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. അച്ഛൻ പറഞ്ഞൊന്നും ദേവകിയമ്മ കാര്യമായി എടുക്കണ്ട. നിന്റെ മനസ്സ് എനിക്കറിയാം മോനെ. നിന്നെ കാണുമ്പോഴൊക്കെ എന്റെ അജയന്റെ ഓർമ്മയാണ് എനിക്ക്. അവൻ നാട് വിട്ടു പോയിട്ടും അവന്റെ അച്ഛൻ മരിച്ചു പോയിട്ടും ഞാൻ ജീവിക്കുന്നത് എന്റെ ഒരേ ഒരു മകൾക്ക് വേണ്ടിയാണ്. ഞാൻ ആൺതുണയില്ലാത്തവളാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞൂടെ മോനെ? കഴിഞ്ഞതെല്ലാം മറന്നു വെച്ചു ദേവകിയമ്മ. സമാധാനമായിട്ട് വീട്ടിലോട്ട് പോയട്ടെ. ആ യന്ത്രം നിന്റെ ആരാടാ? അച്ഛാ, മേനണുമാ മരിക്കുന്നവരെ അവരെ പറ്റി അച്ഛൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നിനക്കറിയില്ലടാ, ഒരു കാലത്ത് ആ കുടുംബത്തെ ഞാൻ സഹിച്ചതുപോലെ മറ്റാരും സഹിച്ചിരുന്നില്ല. ദാഹിച്ച് ഞാൻ ഒരു ഇളനീരിട്ടാൽ മേനോൻ കുടിച്ചതിന് ശേഷമേ ഞാൻ കുടിച്ചിരുന്നുള്ളൂ. എന്നിട്ടാണോ അച്ഛൻ തകർന്ന ഈ കുടുംബത്തോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? തകരണമടാ, അയാൾ കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ടപ്പോഴേ ഞാൻ 1000 തവണ വിലക്കിയതാണ്, കേട്ടില്ല. എന്നിട്ട് ആ വഴിക്ക് കിട്ടിയ പണമെല്ലാം ചേർത്ത് ടൗണിലെങ്ങാണ്ട് ഒരു വലിയ ഹോട്ടൽ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോ അയാളുടെ ശവമാ തിരിച്ചു വന്നത്. ചിലപ്പോ വല്ലവരും കൊന്നതുമായി. ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ദേവകിയമ്മ എന്ത് വിളിച്ചു? കൂടുതൽ പണം സമ്പാദിക്കാൻ ഈ സ്ത്രീ അവനെ പറഞ്ഞേച്ചത്. ഞാൻ വെറുത്തത്. അച്ഛാ, എത്രയൊക്കെ ആയിരുന്നാലും അവർ അച്ഛന്റെ ഒരു സ്നേഹിതന്റെ ഭാര്യയല്ലേ? അവർക്ക് പ്രായമായ ഒരു പെൺകുട്ടിയാതെ മറ്റാരുണ്ട്? അതുകൊണ്ട് അച്ഛൻ അവരോട് വഴക്കിന് പോകുന്നത് ഒരിക്കലും ശരിയല്ല. ഇക്കാര്യത്തിൽ എന്നെ ആരും ശരിയും തെറ്റും പഠിപ്പിക്കണ്ട. ഈ അപമാനം മുഴുവൻ ഞാൻ തന്നെ സഹിക്കാൻ വേണ്ടി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കളഞ്ഞല്ലോ. ഒരാശ്വാസ വാക്കെങ്കിലും പറയാൻ എനിക്കാരുമില്ല. അച്ഛനും പോയി, മകനും പോയി. കൊച്ചമ്മ വിഷമിക്ക. ആ ശങ്കരമേനോന്റെ അഹങ്കാരം അധിക കാലത്തേക്ക് നീണ്ടു നിൽക്കില്ല. അത് എന്റെ മക്കള് തന്നെ അത് തീർത്തോ. എന്റെ അജയൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെടുമായിരുന്നു. കൊച്ചമ്മേ, അജയൻ കുഞ്ഞ് തീർച്ചയായും തിരിച്ചു വരുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ മോനെ കാണാതായിട്ട് എത്ര വർഷം കഴിഞ്ഞു. അവനെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലുമില്ല സൈമൺ. ശ്രീദേവി കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം മരിച്ചു. അച്ഛനെയും ചേട്ടനെയും കണ്ട ഓർമ്മ പോലും അവൾക്കില്ല. എന്ത് ചെയ്യാം, എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ. കൊച്ചമ്മ, പണ്ട് മകൻ നഷ്ടപ്പെട്ടെന്ന് കരുതി യാക്കൂബ് നെഞ്ചത്തടിച്ച് വിലപിച്ചു. ആ വിളി യഹോവ കേട്ടു. യാക്കൂബിന്റെ മകൻ വലിയവനായി തിരിച്ചെത്തി. അതുപോലെ ഒരു ദിവസം അജയും കുഞ്ഞും കർത്താവിന്റെ കൃപ കൊണ്ട് വലിയവനായിട്ട് തന്നെ തിരിച്ചെത്തും. കൊച്ചമ്മ, ആ ദേവയുടെ ഭർത്താവ് പഠിച്ച പണി 18 നോക്കിയിട്ടും എന്റെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല. ശങ്കരമേനോനെ തൊട്ട് കളിച്ചവരാരും തന്നെ ഇന്നോളം മേല് നോവാതെ പോയിട്ടുമില്ല. അച്ഛൻ, ആ സ്ത്രീ എന്ത് പിഴച്ചു? സ്ഥാനത്തും അസ്ഥാനത്തും ആ സ്ത്രീ അച്ഛൻ കുറ്റപ്പെടുത്തിയാൽ അവരെന്ത് ചെയ്യും? സത്യത്തിൽ ഇന്ന് കുഴപ്പമുണ്ടാക്കിയത് നമ്മുടെ തൊഴിലാളികളാണ്. അച്ഛൻ അതിർത്തി വിട്ട് സംസാരിച്ചിട്ടും അച്ഛനെതിരായി അവർ അക്ഷരം വേണ്ടിയിട്ടില്ല. എടാ, ഞാൻ ഭഗവത്ഗീത മാത്രമല്ല വെൺമണി കവിതകളും വായിച്ചിട്ടുണ്ട്. അല്പസ്വല്പമൊക്കെ തെറിയും പറയാറുണ്ട്. പെട്ടെന്ന് കണ്ടണ്ട് ഇതെന്റെ സ്വഭാവമാണ്. നിനക്ക് കിട്ടിയിരിക്കുന്നതേ നിന്റെ തള്ളയുടെ പഴങ്കഞ്ഞി സ്വഭാവമാണ്. എന്താ അച്ഛാ, കൈക്ക് വീണ്ടും വേദന വന്നോ? ബഹളത്തിനിടയില് ഏതോ ഒരു കഴിവരുടെ കയ്യെ വേദനയുള്ള സ്ഥലത്ത് എന്നെ അങ്ങ് കൊണ്ടു. ഞാൻ കുഴമ്പ് വിട്ട് ചൂട് വേണ്ട, സാരമില്ല സാരമില്ല. എന്നാ ചേട്ടാ അച്ഛാ? ഇന്നത്തെ പോസ്റ്റിലും സുരേന്ദ്രന്റെ എഴുത്തൊന്നും വന്നില്ല അല്ലേ? അവൻ അങ്ങനെ ഒരു കോന്ത. പണം ആവശ്യമുള്ളപ്പോ മാത്രം പ്രിയപ്പെട്ട അച്ഛനെ എന്ന് മറ്റ് നീട്ടി പിടിച്ചൊരു എഴുത്ത് എഴുതും. അവന് പഠിക്കാൻ ഒരുപാടില്ലേ അച്ഛാ? സമയക്കുറവുകൊണ്ടായിരിക്കും കത്തെഴുതാത്തത്.
അവൻ എന്ത് പോക്കിരിത്തരം കാണിച്ചാലും ഒത്തു പറയാൻ നീ ഉണ്ടല്ലോ, പിന്നെ അവൻ എങ്ങനെ ചീറ്റാകാതിരിക്കും? ഇനി വല്ല അസുഖവും മറ്റും ആണോ എന്തോ. ഏതായാലും നാളെ ഞാൻ കോളേജിൽ പോയി അന്വേഷിച്ചിട്ട് വരാം.